പ്ലേനോ കോൺവെക്സ് ലെൻസ്. കേസ് 2 എന്ന് എഴുതുക. കേസ് 2 എന്ന് പറഞ്ഞിട്ട് പ്ലേനോ കോൺവെക്സ് ലെൻസ്. പ്ലേനോ കോൺവെക്സ് ലെൻസ്. പ്ലേനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ഇങ്ങനെയും പ്ലേനോ കോൺവെക്സ് ലെൻസ് വരാം. ഒരു സൈഡ് പ്ലെയിന് തന്നെ ഇങ്ങനെയും പ്ലേനോ കോൺവെക്സ് ലെൻസ് വരാം. ഇനിയും തിരിച്ച്, അതായത് ഇത് ഈ സൈഡ് പ്ലെയിൻ ആയിട്ട് ഈ സൈഡ് ഇങ്ങനെ കർവേച്ചർ വരാം. എപ്പോഴും ആലോചിക്കണം, കോൺവെക്സിൻ്റെത് ഇങ്ങോട്ടുള്ള റേഡിയസിനെ R1 ആയിട്ടും ഇങ്ങോട്ടുള്ള റേഡിയസിനെ R2 ആയിട്ടും ആയിരിക്കും എടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പം അത് കോൺവെക്സിന്റെ ആണ് പറയുന്നത്. കോൺകേവിന്റെ ആകുമ്പോൾ നേരെ തിരിയും. ഓക്കെ, ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇങ്ങോട്ടുള്ളത് R1 റേഡിയസ്, ഇങ്ങോട്ടുള്ളത് R2 റേഡിയസ്. ഓക്കെ, ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ റേഡിയസ് ഇല്ല. ആ റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നിരത്തിൽ അത് ഇൻഫിനിറ്റി ആണ്. ഇവിടെ R1 ഇൻഫിനിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ R2നെ നമുക്ക് R ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇത് ലെഫ്റ്റിലോട്ടിലായതുകൊണ്ട് R എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ വരുന്ന സമയത്ത് ഇത് റൈറ്റിലോട്ടാണ്. ഈ R1 എന്നുള്ളത് റൈറ്റിലോട്ടാണ്. R1 എന്ന് പറയുന്നത് R ആയിട്ട് എടുക്കുക. കാരണം R2 എന്ന് പറയുമ്പോൾ ഇവിടെ കർവേച്ചർ ഇല്ല അല്ലേ? കാരണം ഇവിടെ കർവേച്ചർ ഇല്ല, സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് R2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. നമ്മൾ രണ്ടിന്റെയും ലെൻസ് ഫോർമുല എഴുതാൻ പോവാണ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല എഴുതാൻ പോവാണ്. 1/f = n21 - 1 ഇൻറ്റു എന്താണ് 1/R1 - 1/R2 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഇവിടെ 1/f = n21 - 1 ഇൻറ്റു 1/R1 വരെ നമുക്ക് 1/∞ കൊടുക്കാം, മൈനസ് 1/R2 വരെ നമുക്ക് 1/R കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 1/f = n21 - 1 ഇൻറ്റു എന്തെന്ന് എഴുതാം, 1/R എന്ന് എഴുതാം. ഇതായിരിക്കും അവിടെ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 1/f = n21 - 1 ഇൻറ്റു ഇവിടെ 1/R1 ആണ് എന്ന് പറഞ്ഞാൽ എന്താ, 1/R1 ആണ് R എന്ന് വരിക അല്ലേ? ഇവിടെ ഇത് എങ്ങനെ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞില്ലല്ലോ. അതായത് ഈ സൈഡില് ഈ R നെഗറ്റീവ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോഴാണ് കേട്ടോ പോസിറ്റീവ് വരുന്നത്. ഈ നെഗറ്റീവും കൂടെ ചേർത്തിട്ടാണ് ഇത് പോസിറ്റീവ് വരുന്നത്. 1/∞ 0 ആണ്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ R1 എന്നുള്ളത് എന്താ, R1 ഇവിടെ പോസിറ്റീവാ, റൈറ്റ് സൈഡിലോട്ടാ. ഇത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 1/+R മൈനസ് എന്താ 1/∞ എന്നാണ് വരിക ആ സൈഡിൽ വരുമ്പോൾ. അത് നിങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. വേണമെങ്കിൽ 1/R1 - 1/R2. അടുത്ത സ്റ്റെപ്പിൽ എന്താ 1/f = n21 - 1 ഇൻറ്റു എന്താണ് 1/R, പോസിറ്റീവ് R ആണ്, മൈനസ് 1/∞. 1/∞ 0 ആയതുകൊണ്ട് 1/f = എന്താ n21 - 1 ഇൻറ്റു എന്താണ് 1/R. രണ്ടും സെയിം ഇക്വേഷൻ തന്നെ. ഇനി കേസ് 3 എഴുതാൻ പോവാണ്. കേസ് 3 ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കേസ് 3യും കേസ് 4ഉം നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. കേസ് 3 എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ കേസ് 3 ഞാൻ കണ്ടീഷൻ കൊടുക്കുന്നത് if a lens is placed in a medium having lesser refractive index than it. അതായത് ലെൻസിനെക്കാട്ടിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ലെൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഏത് രീതിയിൽ അറേഞ്ച്ഡ് ആവും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസാണ്. എന്നാൽ ചില മീഡിയത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ഈ കോൺവെക്സ് ലെൻസ് ഡൈവേർജിങ് ആയിട്ട് ബിഹേവ് ചെയ്യും, അതായത് കോൺകേവ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി ചില മീഡിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കോൺവെക്സ് ലെൻസ് അവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ അത് വാനിഷ് ആയി പോകുന്ന രീതിയിലും വരാം. അപ്പൊ അതൊക്കെയുള്ള കേസുകളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ നോക്കാം. നമുക്ക് ഇപ്പം ഒരു ഉദാഹരണം എടുക്കാം. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അക്വേറിയം എടുത്തു. അക്വേറിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒരു അക്വേറിയം കൺസിഡർ ചെയ്യുന്നു. ഈ അക്വേറിയത്തിനകത്ത് നിറയെ ഞാൻ വെള്ളം എടുക്കുകയാണ്. ഓക്കെ,
അപ്പോൾ അക്വേറിയത്തിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വെള്ളം എടുക്കുന്നു. അക്വേറിയത്തിനകത്ത് ഞാൻ വെള്ളം എടുക്കുന്നു. നിങ്ങൾക്ക് ഈ അക്വേറിയം ഒന്നും കൺസിഡർ ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാൻ, നിങ്ങൾക്ക് ആ ലെൻസ് മാത്രം വരച്ചാൽ മതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫുള്ള് വെള്ളമാണ്. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു കോൺവെക്സ് ലെൻസിനെ കൊണ്ട് വെക്കാൻ പോവാണ്. കോൺവെക്സ് ലെൻസിനെ കൊണ്ട് വെക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാനൊരു കോൺവെക്സ് ലെൻസിനെ കൊണ്ട് വെക്കാൻ പോവാണ്. അപ്പോൾ മീഡിയം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ N1 ഇത്, മീഡിയം 2 N2 എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു. ഓക്കെ, ഇത് വാട്ടർ ആണ്, ഇത് ഗ്ലാസ് ആണ്. അപ്പം നമ്മളിപ്പോൾ എന്താ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ലെൻസ് കൊണ്ട് വെച്ചിരിക്കുന്നത് ആ ലെൻസിനെക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലാണ്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33, ഗ്ലാസിൻ്റെത് 1.55 ആണ്. അപ്പൊ ആ കേസ് ഓക്കെ ആണ്. ഇപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ആ കേസ് ഓക്കെ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോമിലേക്ക് എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ നമ്മൾ കോൺവെക്സ് ലെൻസിനകത്തൂടെ ഒരു ലൈറ്റ് റേ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്ത് ബെൻഡ് ടുവേർഡ്സ് ഫോക്കസിൽ കൂടെ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്ത് പോകും. ഓക്കെ ആണല്ലോ. ഇത് റൈറ്റ് സൈഡിലെ ഫോക്കസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക കോൺവെക്സിൽ, സാധാരണഗതിയിൽ അങ്ങനെ. അപ്പൊ എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു N21 പകരം N2 ഡിവൈഡ് ബൈ N1 എന്നാക്കാം, -1 ഇൻറ്റു എന്താണ് 1/R1 - 1/R2 ആണ്. ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. നമുക്കറിയാം രണ്ടിന്റെയും കർവേച്ചർ സെയിം ആയതുകൊണ്ട് R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R എന്ന് എടുക്കുകയും അവിടെ R1 പോസിറ്റീവ് R2 നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം 2/R ആവുന്നുള്ള ഒരു കേസ് നമ്മുടെ ഫസ്റ്റ് കേസ് ഉണ്ട്. അത് നമ്മൾ ആ ഇക്വേഷൻ അങ്ങനെ എഴുതുകയാണ്, N2/N1 ഇൻറ്റു 2/R എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇങ്ങനെ ആക്കാം. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒന്നാമത്തെ മീഡിയം N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അല്ലേ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, 1.33 ആണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ്, രണ്ടാമത്തെ ഇവിടെയും ഗ്ലാസ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 1.5 ആണ്. നിങ്ങൾ N2/N1 ഒന്ന് ചെയ്തേ, അതായത് N2/N1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1.5 ഡിവൈഡഡ് ബൈ 1.33 വരും. അപ്പോൾ ഒബ്വിയസ്ലി ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആ ഗ്രേറ്റർ ദാൻ 1 വന്ന വാല്യൂ, അതായത് N2/N1ന്റെ വാല്യൂ ഇപ്പൊ നിങ്ങൾക്ക് 1.3 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പൊ 1.3 മൈനസ് 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.3 ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ 1/f ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി. അതായത് N2/N1 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1/f പോസിറ്റീവ് ആയിരിക്കും. ഒബ്വിയസ്ലി റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എഫും പോസിറ്റീവ് ആയിരിക്കും. എഫ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ലെൻസ് എന്തായിട്ട് തന്നെ ബിഹേവ് ചെയ്യും, കോൺവെക്സ് ലെൻസ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, as N2/N1 greater than 1 ആയതുകൊണ്ട് 1/f will have എന്താണ്, a positive value. Therefore f will also be positive. So lens will behave as convex itself when it is placed in a medium having lesser refractive index than it. refractive index than it. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കേസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ കേസ് 3 ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/f = N2/N1 - 1 × 1/R1 - 1/R2 ആണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മൾ മൂന്നാമത്തെ കേസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലെൻസിനെ ആ ലെൻസിനെക്കാട്ടിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ Sir, can you scroll to case 2? താഴോട്ടോ The case 2, case 2. കേസ് 2 Yes, sir. Could you scroll a little bit down? I just need to complete that. Okay, sir. നോട്ട്സ് ആർക്കെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എന്നോട് ഇതുപോലെ ചോദിക്കുക. ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്ത് പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിനകത്ത് ഈ ഭാഗത്തുനിന്ന് ഒന്നെങ്കിൽ ഒരു ന്യൂമറിക്കൽ, അല്ലെങ്കിൽ ഡെറിവേഷൻ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഇതിനകത്തുനിന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചത്. എഴുതി കഴിഞ്ഞോ പാർത്ഥിപേ? Yes, sir. ഓക്കെ, ഇനി ഈ കേസ് 4 ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ പടത്തിനകത്ത് ഒരു കാര്യം കൂടെ വരയ്ക്കണം. നിങ്ങൾ നോക്കി, അപ്പൊ ഈ വെള്ളത്തിനടി വെച്ചിട്ട് നിങ്ങൾ ലെൻസിനകത്തൂടെ ലൈറ്റ് റേ പാരലായിട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇവിടെ ഇതിന്റെ ഇവിടെ ഫോക്കസ് ഇതാണ്, ഇവിടെ വന്നിട്ട് റിഫ്രാക്ട് ചെയ്തിട്ട് കണ്ടോ, ഇത് കോൺവെക്സ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ ആ പടത്തിനകത്തൊന്ന് മാർക്ക് ചെയ്യാം. വെള്ളത്തിനടി വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അടുത്തത് കേസ് 4 ആണ്. കേസ് 4 അല്ലേ? നമ്മുടെ കേസ് 4 ആണോ പറഞ്ഞത്, കേസ് 3 ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്തത് കേസ് 4 ആണ്. കേസ് 4 എഴുതിക്കോ. നോട്ട് എഴുതാനുള്ളവരൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം എഴുതാൻ. കേസ് 4 നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ കൊണ്ടുവെക്കുകയാണ്. അതായത് നമുക്കിപ്പോ ലെൻസിനെക്കാട്ടിലും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ എന്തെടുക്കാം? നമുക്ക് ഡയമണ്ട് എടുക്കാം. ഡയമണ്ട് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ 2.42 എടുക്കാം. ഞാൻ ലോജിക്കലി നമുക്ക് നോക്കട്ടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, നമുക്ക് ഡയമണ്ട് തന്നെ എടുക്കാമേ. ഞാൻ നേരത്തെ വെള്ളത്തിൽ എന്താണ് ഇത് കൺസിഡർ ചെയ്ത പോലെ ഡയമണ്ടിന്റെ ഉള്ളിൽ ഒരു ലെൻസ് കൺസിഡർ ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്യുക കേട്ടോ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെള്ളത്തിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയമാണ് ഡയമണ്ട് എന്നുള്ളത് കൊണ്ട്, വെള്ളമല്ല നമ്മുടെ ലെൻസിനെക്കാളും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇത് ഡയമണ്ട് ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. ഇത് മൊത്തം ഒരു ഡയമണ്ട് ആയിട്ട് അങ്ങ് ഞാൻ അങ്ങ് എടുക്കുക. ഓക്കെ, ഇങ്ങനെ ഡയമണ്ട് ഇരിക്കുന്നതെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുക. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ നമ്മുടെ ഒരു ലെൻസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു എന്ത് ലെൻസ് ആണ്? ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. കൺസിഡർ ചെയ്തു. അതിന് എന്താണ്, നമുക്ക് ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. നിങ്ങളെ മ്യൂ ആയിട്ട് പഠിപ്പിച്ചെങ്കിൽ മ്യൂ ആയിട്ട് എടുക്കുക. ഇത് എന്താണ്, n2 ആണ്. ഇത് ഗ്ലാസ് ആണ്, ഇത് ഡയമണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താ? 1/f is equal to n2/n1 minus 1 into എന്താണ് 1/r1 minus 1/r2 ആണ്. ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ അല്ല വേണ്ടത് നമുക്ക്. 1/f is equal to n2, കാരണം ഇവിടെ r1 ഉം r2 ഒക്കെ ഈക്വൽ ആയതുകൊണ്ട് n2/n1 minus 1 into 2/r ആക്കി എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, സൈൻ കൺവെൻഷൻ ഒക്കെ കൊടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കി, n2 എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1.5 ആണ്. എന്നാൽ n1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡയമണ്ട് ആയിട്ട് എടുത്തിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്നത് 2.42 ആണ്. നിങ്ങൾ ഇപ്പൊ n2/n1 ഒന്ന് ചെയ്ത് നോക്കിയേ. 1.5 divided by 2.42 ചെയ്യേണ്ടി വരും. ശരിയല്ലേ? 1.5 divided by 2.42 ചെയ്യേണ്ടി വരും. അങ്ങനെ
ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 1 അല്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ n2/n1 ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു 0.5 ആ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ 0.5 മൈനസ് 1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 0.5 ആ കിട്ടുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സൈഡിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 1/f നെഗറ്റീവ് ആയിരിക്കും. 1/f നെഗറ്റീവ് ആണെങ്കിൽ എഫ് നെഗറ്റീവ് ആയിരിക്കും. എഫ് നെഗറ്റീവ് ആകുന്ന ലെൻസിനെ നമ്മൾ കോൺകേവ് ലെൻസ് എന്നാ പറയുക, ആണല്ലോ? അതിനർത്ഥം ഇപ്പൊ നമ്മൾ ഈ ഡയമണ്ടിനകത്ത് കൺസിഡർ ചെയ്ത ഈ ഒരു കോൺവെക്സ് ലെൻസ് ഒരു കോൺകേവ് ലെൻസ് ആയിട്ട് ബിഹേവ് ചെയ്തു എന്നുള്ളതാണ്. ഇതും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നമുക്കറിയാം എന്താണ്, ആസ് n2/n1 is less than 1, 1/f will have negative value. Therefore f നും എന്തായിരിക്കും, f will also have negative value. Therefore അല്ലെങ്കിൽ so the lens അല്ലെങ്കിൽ convex lens, so here convex lens behaves as a concave lens when it is placed in a medium having higher refractive index than it. അതായത് അവിടെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനേക്കാളും കൂടുതലുള്ള ഒരു മീഡിയത്തിൽ കൊണ്ട് വെച്ച സമയത്ത് കോൺവെക്സ് ലെൻസ് ആയിരുന്നിട്ട് കൂടി അത് കോൺകേവ് ആയിട്ട് ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ആ പടം എങ്ങനെയാവും അറിയാമോ? അതിനകത്ത് നിങ്ങൾ കുറച്ച് പാരലൽ ലൈറ്റ്സ് നിങ്ങൾ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയാമോ? അപ്പൊ ഇതിന്റെ ഫോക്കസ് ഇതാന്ന് വിചാരിക്കുക. എപ്പോഴും എന്താണ് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലാണ് വരിക. അപ്പം ഇങ്ങനെ നിങ്ങൾ കുറെ പാരലൽ ബീം ഓഫ് ലൈറ്റ്സ് നിങ്ങൾ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ചു. ഇത് ഇവിടുന്ന് കണ്ട് ഈ ഡയറക്ഷനിലായിരിക്കും പോവുക. അതായത് ഒരു കോൺവെക്സ് ആണ് എങ്കിലും ഇതിപ്പോ കോൺകേവ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. മനസ്സിലായോ? ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഈ പടം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക. ഇനി അടുത്തത് കേസ് 5 ആണ്. കേസ് 5 ആണ്. കേസ് 5-നകത്ത് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മള് ഒരു ലെൻസിനെ കൊണ്ടുപോയിട്ട് ലെൻസിന്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വേറെ ഏതെങ്കിലും മീഡിയ കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവിടെ റിഫ്രാക്ഷൻ ഒന്നും തന്നെ നടക്കത്തില്ല. കാരണം ലൈറ്റ് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ നിന്ന് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്കാണ് പോകുന്നത്. അവിടെ ലൈറ്റ് രണ്ടും എന്താണ്, ഒരേ മീഡിയം ആണ്. അപ്പൊ അവിടെ വേറൊരു ഡെൻസർ കൺസെപ്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ അവിടെ റിഫ്രാക്ഷൻ നടക്കത്തില്ല. അപ്പം ആ ലെൻസ് നിങ്ങൾ ആ മീഡിയത്തിൽ വെച്ചെന്ന് പറഞ്ഞാലും ലെൻസ് അതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതേപോലെ ഇൻവിസിബിൾ ആയി പോകും. അതാണ് അവിടുത്തെ കണ്ടീഷൻ. ഓക്കെ ആണല്ലോ? നോക്കാം. അപ്പൊ അതും കൂടെ എഴുതിക്കോ. ഇഫ് എ ലെൻസ് ഈസ് പ്ലേസ്ഡ് in a medium having same refractive index as it no refraction takes place. No refraction takes place.
in such a condition we can't distinguish between medium and lens. That is lens will be invisible. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം. പറഞ്ഞോ. അതെ, ക്ലിയർ ആവുന്നില്ല, എല്ലാം വിട്ടുവിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അഭിരാമാണോ? ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ കേൾക്കാം. ലാസ്റ്റ് പറഞ്ഞു കേട്ടു. സാർ ഞാൻ ചോദിച്ചത് മറ്റേ കോൺകേവ് ലെൻസ് നമ്മൾ റിഫ്രാക്ഷൻ ഇൻഡെക്സ് 100 മീഡിയത്തിൽ കൊണ്ടുവച്ചാൽ കോൺവെക്സ് ആയിട്ട് തോന്നുന്നു. കോൺകേവിനകത്ത് കോൺകേവ് റിഫ്രാക്ട് ഇപ്പൊ ഈ കോൺവെക്സിന് കോൺകേവിന് സംഭവിക്കുമോ? അതെ സർ. അതായത് തിരിഞ്ഞ് സംഭവിക്കാം. നമ്മളിപ്പോ കോൺവെക്സിന്റെ കേസ് എടുത്തേ ഉള്ളൂ. കോൺകേവ് എടുത്തിട്ട് അതായത് n2/n1 വാല്യൂ നിങ്ങൾ നോക്കുക. അപ്പൊ n2/n1 വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് നമുക്ക് n2/n1 -1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഉറപ്പായിട്ട് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇത് എന്തിന്റെ വാല്യൂ? 1/f വാല്യൂ ആണ് പോസിറ്റീവ്. അപ്പൊ 1/f വാല്യൂ പോസിറ്റീവ് വരുന്നിടത്തെല്ലാം അത് കോൺവെക്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി n2/n1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺകേവ് ആണെങ്കിൽ നിങ്ങൾക്ക് ലെസ് ദാൻ 1 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പം n2/n1 -1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഒരു ചെറിയ വാല്യൂ മൈനസ് വലിയ വാല്യൂ ആയിരിക്കും. അപ്പൊ അവിടെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പൊ എഫ് നെഗറ്റീവ് ആണ്. അപ്പം അത് കോൺകേവ് ആണെങ്കിൽ അത് കോൺകേവ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും. മനസ്സിലായോ? അതായത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ഇതിന്റെ ഒരു ബേസ് കൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും എങ്ങനെ വേണേ വരാം. ഇപ്പം കഴിഞ്ഞ സിയേബൽ എന്നോട് ചോദിച്ചു, അതായത് നമുക്ക് മിറർ ഫോർമുല പല രീതിയിൽ ചെയ്യത്തില്ലയോ എന്നുള്ളത്. പല രീതിയിൽ ചെയ്യാം. കാരണം നമുക്ക് 8ഓളം റേ ഡയഗ്രാം പഠിക്കാനുണ്ട്. ആ 8 രീതിയിൽ മിറർ ഫോർമുല, ഏത് റേ ഡയഗ്രാം വന്നാലും മിറർ ഫോർമുല ഒന്ന് തന്നെയല്ലേ. അപ്പൊ അതിൽ നിന്ന് ഏത് ഇത് വെച്ചാലും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് എവിടെ വെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മിറർ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എവിടെ വെച്ചാലും മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്കും പല കണ്ടീഷൻ ഉണ്ട്. കോൺകേവിനും കോൺവെക്സിനും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഇനി പഠിക്കാൻ പോകുന്ന തിൻ ലെൻസ് ഫോർമുല, അതിനും കുറെ കേസുകളുണ്ട്. അതിൽ നമ്മൾ ജനറലി 2 കേസ് മാത്രമേ പഠിക്കുകയുള്ളൂ, ഡെറിവേഷൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാം. ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഡെറിവേഷനെ ചോദിക്കും. മനസ്സിലായോ? അല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും. ഒന്നും പേടിക്കണ്ട. ഇത് തന്നെ ഫ്രെയിം എല്ലാം ഇത് തന്നെയാണ്, വേറെ ഒന്നും അതിനെപ്പറ്റി പേടിക്കണ്ട. ഓക്കെ, നോക്കിയോ. അടുത്തത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ് റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം ഇൻ കേസ് ഓഫ് ലെൻസസ്. അത് ജസ്റ്റ് ഒന്ന് എഴുതി പോവാണ്, ആവശ്യമൊന്നുമില്ല പഠിപ്പിക്കേണ്ടത്. എന്നാലും ഞാൻ അങ്ങ് എൻ്റെ ഇതിന് വേണ്ടി അങ്ങ് എഴുതി പോവാണ്. റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം in case of lens. നമുക്കറിയാം, ഒന്നാമത്തേത് റേ കമ്മിങ് പാരലൽ ടു
principal axis after refraction it will pass through focus. It will pass through focus in case of convex lens. പക്ഷെ കോൺകേവിന്റെ ആണെങ്കിലോ and appears to diverge from a point in case of concave lens. പടം റഫായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി, ഒരു സ്കെയിലും പെൻസിലും ഒന്നും വേണ്ട, ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുക. എന്താ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക, ഒപ്റ്റിക് സെന്റർ, ഫോക്കസ് രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക, സെന്റർ ഓഫ് കർവേച്ചർ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. ഒരു ലൈറ്റർ പാരലായിട്ട് വരുന്ന രീതി വരയ്ക്കുക, റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പോകുന്നതായിട്ട് അങ്ങ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്തത് കോൺകേവ് വരയ്ക്കുന്ന സമയത്ത് സെയിം ആയിട്ട് തന്നെ എന്താ ഒബ്ജക്റ്റ് ഇവിടെ ഫോക്കസ്, ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ, ഇവിടെ ഫോക്കസ്, ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ. ലെൻസ് പാരലായിട്ട് ലെൻസിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നു, റിഫ്രാക്ട് ചെയ്യുന്നത് കണ്ടോ, ഡൈവേർജ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദിസ് പോയിന്റ്. കണ്ടോ, ഈ ഫോക്കസിൽ നിന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. നമ്മളിപ്പം പാരലായിട്ട് വന്ന് ഫോക്കസിൽ കൂടെ പോയെങ്കിൽ ഫോക്കസിൽ കൂടെ പോകുന്നത് പാരലൽ ആവും. അതാണ് അടുത്ത് പറയുന്നത്. റേ പാസിംഗ് through focus after refraction becomes parallel to principal axis. അതും റഫായിട്ട് വരയ്ക്കുമ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക, ഒപ്റ്റിക് സെന്റർ, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ. അതായത് ഫോക്കസിൽ കൂടെ ഇങ്ങനെ വരയ്ക്കുക. ഫോക്കസിൽ കൂടെ വരച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ കഴിഞ്ഞ് എന്താവും, അത് നേരെ എന്താവും, ഇതിന് പാരലൽ. അതേപോലെ തന്നെ ഇവിടെ കോൺവെക്സിന്റെ കേസിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇതിന്റെ ഫോക്കസ് ഈ ലെഫ്റ്റ് സൈഡിലെ ഫോക്കസ് എടുക്കുന്നത്. അപ്പൊ ഈ ഫോക്കസിന് നേരെ വരുന്നത് കണ്ടോ, ആക്ച്വലി ഇങ്ങനെ നേരെ വരികയാണെങ്കിലും ഇവിടെ നിന്ന് എന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്ത് പാരലൽ ആവും. ഇങ്ങനെ എഴുതിയാൽ മൂന്നാമത്തേത് പറഞ്ഞു ഇച്ചിരി മുകളിലോട്ടുണ്ട്. ഇനി a ray passing through optic center will pass undeviated ജസ്റ്റ് ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തിട്ട് ഇതേ കൂടെ ലേറ്റർ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന കരുതിയാൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ അതേപോലെ തന്നെ എന്താ ഇതുവഴി ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് കൺസിഡർ ചെയ്താൽ മാത്രം. ഒപ്റ്റിക് സെന്റർ ആണ്. റേ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിച്ചോണം. അതൊക്കെ 10 പഠിച്ചായതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി. നാലാമത്തെ വേണ്ടി ഇത്രയേ ഉള്ളേ. ഇനി നമ്മൾ 2 ഡെറിവേഷൻ പഠിക്കാൻ പോവാണ്.
തിൻ ലെൻസ് ഫോർമുല എന്ന് പറയും. അത് തിൻ ലെൻസ് ഫോർമുലയുടെ കോൺവെക്സ് ലെൻസ് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? ലെൻസ് ഫോർമുല 1/f = 1/v - 1/u. അതെങ്ങനെയാണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പം ഏബിൾ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ തന്നെ നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാം വരയ്ക്കാനാണെങ്കിൽ നമുക്കൊരു 6 റേ ഡയഗ്രാം വരയ്ക്കാം. അതിൽ 4 റേ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ആ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിനകത്ത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാം. അടുത്തത് കോൺവെക്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു റേ അത് കോൺവെക്സ് അല്ല, കോൺകേവിന്റെ കേസ്. കോൺകേവിന്റെ കേസിൽ ഒരു റേ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലായിട്ട് വരുന്നതാണല്ലോ. മറ്റേന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഉള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഞാനിപ്പോ പഠിപ്പിക്കുന്ന 2 ഡെറിവേഷൻ പഠിക്കുക. ഡെറിവേഷൻ ചോദിക്കുവാണെങ്കിൽ അതേ ചോദിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ എഴുതുക തിൻ ലെൻസ് ഫോർമുല, ഹെഡിങ് എഴുതുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ട്രയാങ്കിൾ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓരോന്നും മനസ്സിലായില്ലേ ചോദിക്കാം. തിൻ ലെൻസ് ഫോർമുല, തിൻ ലെൻസ് ഫോർമുല. അതിനകത്ത് ആദ്യം നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ വെച്ചിട്ടാണ് പറയുന്നത്. കോൺവെക്സ് ലെൻസിന്റെ വെച്ചിട്ടാണ് പറയുന്നത്. കോൺവെക്സ് ലെൻസിന്റെ വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഇച്ചിരി പടം വലുതായിട്ടാണ് വരയ്ക്കുന്നത്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു വലിയ ലെൻസ് വരയ്ക്കുകയാണ്. നിങ്ങളും ഇതേപോലെ തന്നെ ഞാൻ വരയ്ക്കുന്നത് തന്നെ നിങ്ങളും വരയ്ക്കുക. അതേ ട്രാക്കിൽ തന്നെ പോട്ടെ. ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു, നിങ്ങളും വരയ്ക്കുക. ഞാൻ വരയ്ക്കുന്ന ഓരോ ലൈനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അടുത്ത നിങ്ങൾ അതങ്ങ് വരച്ചേക്കുക. അടുത്ത ഞാൻ എന്ത് ചെയ്യുക, ഞാൻ അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. നിങ്ങളുടെ സ്കെയിലിൽ നിങ്ങൾ കൃത്യം അളന്നെടുത്ത് വരയ്ക്കണം കേട്ടോ. ഞാനിവിടെ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു. അവിടുന്ന് ഒരു 3 സെന്റിമീറ്റർ ഇപ്പുറത്ത് ഞാൻ ഫോക്കസ് മാർക്ക് ചെയ്തു. കോൺവെക്സിന്റെ റൈറ്റിലോട്ടുള്ള ഫോക്കസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഇരട്ടി വീണ്ടും 3 സെന്റിമീറ്റർ എടുത്തിട്ട് സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. സെന്റർ ഓഫ് കർവേച്ചറിന് നമുക്ക് 2f എന്നും പറയാം. അതേപോലെ ലെഫ്റ്റ് സൈഡിലെ ഓപ്റ്റിക് സെന്ററിൽ നിന്ന് ഒരു 3 സെന്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഒരു 3 സെന്റിമീറ്റർ എടുത്തിട്ട് സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. സെന്റർ ഓഫ് കർവേച്ചറിനെ 2f എന്ന് എഴുതാന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് വരയ്ക്കുന്നത്. ഇത് ഒബ്ജക്റ്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ലൈറ്റ് റേ വരച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ലൈറ്റ് റേ നമ്മുടെ നിയമം അനുസരിച്ച് പാരലായിട്ട് വരച്ചു. ഒരു ലൈറ്റ് റേ നമ്മൾ പാരലായിട്ട് വരച്ചു. റിഫ്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പോകുന്നതാണ് അതിന്റെ നിയമം. റിഫ്രാക്ട് ചെയ്ത് ഫോക്കസിൽ കൂടെ പോകുന്നതായിട്ട് നമ്മൾ വരച്ചു. ഇങ്ങനെ നീട്ടി അങ്ങോട്ട് വരച്ചു. അടുത്തത് എനിക്ക് ഫോക്കസിൽ കൂടെ വരയ്ക്കാം. ഫോക്കസിൽ കൂടെ വരച്ചു കഴിഞ്ഞാൽ അത് ഒപ്റ്റിക് സെന്ററിന് അല്ല അതിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആവും. അല്ലെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരയ്ക്കാം. ഡെറിവേഷൻ പർപ്പസ് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ഈ ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരയ്ക്കാൻ പോവാണ്. കണ്ടോ, ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരച്ചു. അപ്പൊ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ഈ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇമേജിന് നെയിം കൊടുക്കാൻ പോവാണ്. ഇമേജിന്റെ വാലിന് എ എന്നും അല്ല ഓക്കെ, വാലിന് എ എന്നും തലയ്ക്ക് ബി എന്നും കൊടുക്കുകയാണ്. അപ്പൊ ഈ തലയുടെ ലൈറ്റ് റേ ആണ് ഇവിടെ നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം തലയുടെ ലൈറ്റ് റേ രണ്ട് താഴെ ആയതുകൊണ്ട് ഇവിടെ ഞാൻ ബി ഡാഷും ഇവിടെ ഞാൻ എ ഡാഷും കൊടുക്കാൻ പോകും. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യും. ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് വരിക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജസ്റ്റ് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. എന്നിട്ട് ആ എൻഡിന് ഡി എന്ന് പേര് കൊടുക്കണം. ഡി നമുക്കറിയാം ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇമേജ് ബിയോണ്ട് സി എ വരുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി നോക്കിയോ, ഞാൻ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണേ. അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് തൊട്ട് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരത്തിന് നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺവെക്സിന്റെ റൈറ്റിലോട്ടുള്ള ഫോക്കസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ ഇമേജ് ഇരിക്കുന്നിടം വരെയുള്ള ദൂരത്തിന് ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ എച്ച് എന്നും ഇമേജിന്റെ ഹൈറ്റിനെ എച്ച് ഐ എന്നും മാർക്ക് ചെയ്യുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
നമ്മൾ രണ്ട് നാല് ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. എന്നിട്ട് അത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് അതിന്റെ സൈഡ്സ് റേഷ്യോ ആക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ചെറുതാക്കിയാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോക്കിയോ, ഞാൻ ഇവിടെ കളർ ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ഞാൻ അങ്ങ് എടുക്കുക. അതായത് ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ AOBയും ഇത് AOB ആണ്, ഇത് B ആണ്. AOBയും A'OB'. അപ്പൊ നമുക്ക് ഒന്ന് എടുക്കാം, നോക്കിക്കോളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവാണ്. ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ A'OB' ആർ സിമിലർ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. സിമിലർ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് റേഷ്യോസിലായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വലിയ ട്രയാങ്കിളിന്റെ സൈഡ് ഡിവൈഡ് ബൈ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്, അങ്ങനെ റേഷ്യോ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ A', B' ഡിവൈഡ് ബൈ ഈ ട്രയാങ്കിളിന്റെ ആ സൈഡ് എന്ന് പറയുമ്പോൾ AB ആണ്. അതായത് ഈ സൈഡ് A', B' ഡിവൈഡ് ബൈ AB. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഈസ് ഈക്വൽ ടു അതിന്റെ അടുത്ത സൈഡ്, ഈ ട്രയാങ്കിളിന്റെ അടുത്ത സൈഡ് ഈ സൈഡ് A', ഈ ട്രയാങ്കിളിന്റെ അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ AOയുമാണ്. അപ്പൊ അതിനെ റേഷ്യോ ആക്കി എഴുതാം. അപ്പം A', O ഡിവൈഡ് ബൈ എന്താ AO. A', B'-നെ നമുക്ക് എന്താണ്, നമുക്കറിയാം A', B' എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എടുക്കാം, HI എന്ന് എടുക്കാം. AB എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, HO എന്ന് എടുക്കാം. ഇനി നിങ്ങൾ നോക്കിക്കോണം, A', O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, A', O എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, A', O എന്ന് പറയുമ്പോൾ A' തൊട്ട് O വരെയുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു, B എന്ന് കൊടുക്കുന്നു. A എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് U. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ട്രയാങ്കിൾ AOBയും A', സിമിലർ ആണ്. അതുകൊണ്ട് therefore their sides are in ratios എന്ന് വേണേൽ എഴുതിക്കോ. therefore their sides are in ratios. അത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കണേ, അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഒരേപോലത്തെ ട്രയാങ്കിളിനെ, ഇപ്പം ഈ ട്രയാങ്കിളിനെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഏതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഈ ഇപ്പോഴത്തെ സിമിലർ ട്രയാങ്കിളിനെ എന്ത് ചെയ്യാം, ആ പാറ്റേണിൽ തന്നെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇനി നിങ്ങൾ അടുത്ത ട്രയാങ്കിൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഏതാണെന്നറിയോ, അടുത്ത ട്രയാങ്കിൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ്. അതായത് ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളുമാണ് എടുക്കാൻ പോകുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾ, ട്രയാങ്കിൾ FODയും അതേപോലെ തന്നെ FA', B'. ഓക്കെ ആണല്ലോ. ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എടുക്കാൻ പോകും. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ ഞാനത് അതിനെ നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, അതിനെ നമുക്ക് വേറെ ഏതെങ്കിലും പാറ്റേണിൽ ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ, ഞാനിപ്പോ ഷെയ്ഡ് ചെയ്ത കളർ കൊടുത്തോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരേ പാറ്റേണിൽ രണ്ട് ട്രയാങ്കിൾ ഒരേ പാറ്റേണിൽ കൊടുക്കണ്ടോ. ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഞാൻ എടുക്കുന്നത് ട്രയാങ്കിൾ FOD ആണ്. ട്രയാങ്കിൾ FOD ആൻഡ് ട്രയാങ്കിൾ FA', B' ആർ സിമിലർ എന്ന് എടുക്കാൻ പോവാം. സിമിലർ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ എന്താ, therefore their sides are in എന്തായിരിക്കും, റേഷ്യോസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ സൈഡ്സ് റേഷ്യോയിലായത് ഏതൊക്കെയാ. വലിയ ട്രയാങ്കിൾ ബൈ ചെറിയ ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ അവിടെയും A', B' ബൈ OD അല്ലേ. അതേപോലെ തന്നെ A', F ഡിവൈഡ് ബൈ അതേ സൈഡ് വേണ്ടതാണ്. അങ്ങനെ എടുക്കാൻ നമുക്ക് നോക്കിക്കോളൂ A', B' ഡിവൈഡഡ് ബൈ OD which will be equal to A', F ഡിവൈഡ് ബൈ FO. A', F ഡിവൈഡഡ് ബൈ OF. നമുക്കറിയാം A', B' എന്ന് പറയുമ്പോൾ HI തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HOയുടെ അതേ ലെങ്ത് തന്നെയല്ലേ ഈ ODക്ക്. അപ്പൊ നമുക്ക് ODക്ക് വരെ എന്ത് കൊടുക്കാം, HO എന്ന് കൊടുക്കാമല്ലോ. HO എന്ന് കൊടുക്കുന്നു ഈസ് ഈക്വൽ ടു ഇനി നോക്കിയോ A', F ആണ്.
എ ഡാഷ് എഫ് എന്ന് പറഞ്ഞ മക്കളെ വേണ്ടി ഇതല്ലേ എ ഡാഷ് എഫ്. ഈ എ ഡാഷ് എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി എ ഒയിൽ നിന്ന് ഒ എഫ് മൈനസ് ചെയ്താൽ പോരെ. എ ഒയിൽ നിന്ന് ഒ എഫ് മൈനസ് ചെയ്താൽ നമുക്ക് എ ഡാഷ് എഫ് കിട്ടും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എ ഒയിൽ നിന്ന് ഒ എഫ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഡാഷ് എഫ് കിട്ടും ഡിവൈഡ് ബൈ ഒ എഫ്. നമുക്കറിയാം എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് വി ആണ്, ഒ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് എഫ് ആണ്, താഴെയും എഫ്. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇക്വേഷൻ 1ന്റെ എൽ എച്ച് എസും എച്ച് ഐ ബൈ എച്ച് ഒ കിട്ടി, ഇക്വേഷൻ 2ന്റെ എൽ എച്ച് എസും എച്ച് ഐ ബൈ എച്ച് ഒ കിട്ടി. ആർ എച്ച് എസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓൺ ഇക്വേറ്റിംഗ് 1 and 2 നമുക്ക് എന്ത് കിട്ടും? വി ബൈ യു ഈസ് ഈക്വൽ ടു വി മൈനസ് എഫ് ഡിവൈഡ് ബൈ എഫ്. ഇതിനെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വി എഫ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു വി മൈനസ് എഫ് എന്ന് വരുന്നു. വി എഫ് ഈസ് ഈക്വൽ ടു യു വി മൈനസ് യു എഫ് എന്ന് വരുന്നു. ഞാൻ എല്ലാ ടൈമിനെയും യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഡിവൈഡിങ് all terms with യു വി എഫ്. അങ്ങനെയാണെങ്കിൽ വി എഫ് ഡിവൈഡഡ് ബൈ യു വി എഫ് will be is equal to യു വി ഡിവൈഡഡ് ബൈ യു വി എഫ് മൈനസ് യു എഫ് ഡിവൈഡഡ് ബൈ യു വി എഫ്. യു കട്ട് ചെയ്തില്ല, വിയും കട്ട് ചെയ്ത് പോയി. അതായത് ഈ വിയും കട്ട് ചെയ്തു, എഫും കട്ട് ചെയ്തു. ഇവിടെ യുവും കട്ട് ചെയ്തു, വിയും കട്ട് ചെയ്തു. ഇവിടെ യുവും കട്ട് ചെയ്തു, എഫും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന എന്താ? ഇവിടെ 1 ബൈ യു വരും ഈസ് ഈക്വൽ ടു ഇവിടെ 1 ബൈ എഫ് വരും മൈനസ് ഇവിടെ 1 ബൈ വി വരും. ഇനിയും സൈൻ കൺവെൻഷൻ കൊടുക്കുകയാണ്. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, വി റൈറ്റിലോട്ടാണ് പോസിറ്റീവ് ആണ്, എഫ് റൈറ്റിലോട്ടാണ് പോസിറ്റീവ് ആണ്, യു ലെഫ്റ്റിലോട്ടാണ് നെഗറ്റീവ് ആണ്. അപ്പൊ അത് ഇവിടെ നമുക്ക് ഒന്നും റെപ്രസെന്റ് ചെയ്യാം. യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അത് നമ്മുടെ ഇതിനകത്ത് മുകളിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 ബൈ യു എന്ന് പറയുന്നത് 1 ബൈ നെഗറ്റീവ് യു വരും. 1 ബൈ എഫ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എഫ് മൈനസ് 1 ബൈ വി എന്ന് പറയുമ്പോൾ 1 ബൈ പോസിറ്റീവ് വി വരും. നമുക്കറിയാം ഈ നെഗറ്റീവ് 1 ബൈ വിനെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ 1 ബൈ വി ഈ മൈനസ് നടുക്ക് വരും, 1 ബൈ മൈനസ് യുവിന്റെ മൈനസ് നടുക്ക് വരും, ഡിവൈഡഡ് ബൈ 1 ബൈ യു എന്ന് വരും ഈസ് ഈക്വൽ ടു 1 ബൈ എഫ്. ഇതല്ലേ നമ്മുടെ ലെൻസ് ഫോർമുല? 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു. ഇതാണ് നമ്മുടെ ലെൻസ് ഫോർമുല. അപ്പോൾ ദിസ് ഈസ് തിൻ ലെൻസ് ഫോർമുല. ദിസ് ഈസ് തിൻ ലെൻസ് ഫോർമുല. This is thin lens formula. ചെറുതാക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് വെച്ചോണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകരുത്. ദയവ് ചെയ്ത് എങ്ങനെയാ വരുന്നതെന്നുള്ള കാര്യം വളരെ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക. എഴുതാനുള്ള ഭാഗം എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക, ഞാൻ കാണിച്ചു തരാം. എവിടെ മുതലാണ് എഴുതാനുള്ളതെന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ കോൺവെക്സിന്റെയും കൂടെ ഒരു ഡെറിവേഷൻ പഠിക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. കോൺകേവിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതാനുണ്ടെങ്കിൽ എഴുതാനുള്ള ഭാഗം പറയാം, കാണിച്ചു തരാം. ഒന്നുകൂടെ മോളി മുതൽ താഴോട്ട് കാണിക്കാം, നോക്കിക്കോളൂ.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മുടെ രണ്ടാമത്തേത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് ലെൻസ് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചുകൂടെ പാടാണ് മനസ്സിലാക്കാനേ. അപ്പം നിങ്ങൾ പടം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കണേ, എന്നാലേ നിങ്ങൾക്ക് ആ ട്രയാങ്കിൾ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം കോൺകേവ് ലെൻസിന്റെയാണ് വരയ്ക്കാൻ പോകുന്നത്. കോൺകേവ് ലെൻസ്. ഇതും ചെറുതാക്കി തരാമേ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ പടം വരയ്ക്കണേ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ലെൻസ് ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക. ലെൻസ് ഇച്ചിരി വലുതായിട്ട് തന്നെ വരയ്ക്കുക. ലെൻസ് ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിന്റെ കൃത്യം സെന്ററിൽ കൂടെ പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യമായിട്ട് വരയ്ക്കുക. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുക. 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഫോക്കസും, അവിടുന്ന് 3 സെന്റിമീറ്റർ എടുത്തിട്ട് സെന്റർ ഓഫ് കർവേച്ചറും, ലെഫ്റ്റിലോട്ടും 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഫോക്കസ്, 3 സെന്റിമീറ്റർ എടുത്തിട്ട് സെന്റർ ഓഫ് കർവേച്ചർ. 3 വരയ്ക്കാൻ പറഞ്ഞത് മറ്റേ ഇത് വരച്ചു കഴിഞ്ഞാൽ എന്താ, 2 വരച്ചു കഴിഞ്ഞാൽ വളരെ ചെറുതായി പോകും. ഇനിയും ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഇന്ന പൊസിഷനിൽ വെക്കുന്നെന്ന് പറഞ്ഞ വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം കോൺകേവ് ലെൻസിന്റെ നിങ്ങൾ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് ആണ് ഉണ്ടാകുന്നത്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അത് ലെൻസിനകത്തൂടെ നോക്കിയാൽ മാത്രമേ ആ ഇമേജിനെ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ സ്ക്രീൻ വെച്ചാൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ വേണ്ട ഇവിടെ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇവിടെ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. അത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഇവിടെ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. എവിടെ വെച്ചാലും ഇതാണ് റേ ഡയഗ്രം വരുന്നത് കേട്ടോ. ഇവിടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചു. ഓക്കെ, കുറച്ചുകൂടെ വലുതാക്കേണ്ടി വരും കേട്ടോ. കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കുകയാണ് ഒബ്ജക്റ്റിനെ. നമുക്കറിയാം പാരലായിട്ട് ലൈറ്റ് റേ വരുന്നു. അതെന്ത് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ കഴിയുമ്പോൾ തന്നെ ഇവിടും തന്നെ ഇങ്ങനെ പോകുന്നു ഇല്ലേ, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകുന്നു. അതിനെ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഈ എന്താണ് ഇതിലോട്ടാന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോകുന്ന പോലെ വരയ്ക്കണം, എന്നാലേ പറ്റത്തുള്ളൂ, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്താ, ജസ്റ്റ് ഒരു ഡോട്ടഡ് ആക്കിയിട്ട് വരച്ചാൽ മതി കേട്ടോ. ശരിക്കും ഈ ലൈറ്റ് റേ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്, ഫോക്കസ് ചെയ്ത് പോകുന്ന പോലെ തോന്നുക. രണ്ടാമത്തെ ലൈറ്റ് റേ പോകുമ്പോൾ എവിടെ കൂടെ പോകണം, ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരയ്ക്കണം, ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ റേ ഡയഗ്രാം വളരെ ചെറുതായി പോയി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പല പല കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം, നോക്കിക്കോളൂ. ഇതായിരിക്കും നമ്മുടെ ഇമേജ്. അപ്പൊ നമുക്കറിയാം ഇത് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് HO, ഇത് ഹൈറ്റ് ഓഫ് ഇമേജ് HI. ഇനി ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചിട്ട് അവിടെ D എന്ന് കൊടുക്കുകയാണ്. ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാന്ന് നോക്കിക്കോണം. അപ്പൊ ഇത് മാർക്ക് ചെയ്യാമേ, അതിന്റെ ഇത് അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഇതിന്റെ ഇമേജ് വന്നിരിക്കുന്നത്. അത് ഇത് V ആണ്, നെഗറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത് എപ്പോഴും കോൺവെക്സിന്റെ ലെഫ്റ്റിലോട്ടുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫോക്കൽ ലെങ്ത് സ്മോൾ f. അതേപോലെ ഒബ്ജക്ട് ഡിസ്റ്റൻസും ലെഫ്റ്റിലോട്ടാണ് കണ്ടോ, അത് ഇതാണ് ഒബ്ജക്ട്, ഇതും മാർക്ക് ചെയ്യാം. ഇനി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് അറിയാമോ, നോക്കിക്കോളൂ. ട്രയാങ്കിൾ ഇതിന് പേര് കൊടുത്തില്ലല്ലോ, അത് വിട്ടുപോയി. ഇവിടെ നോക്കിക്കോളൂ, ഇത് നമുക്ക് AB എന്ന് കൊടുക്കാം. അതായത് ഈ ഒബ്ജക്റ്റിന് AB എന്ന് കൊടുക്കാം. അതേപോലെ ഇമേജിന് A', B' എന്ന് കൊടുക്കാം. ഇനി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ A'OB' ആർ സിമിലർ എന്നാണ് എടുക്കാൻ പോകുന്നത്. സിമിലർ, അതായത് നിങ്ങൾ നോക്കിക്കോണം, ഈ രണ്ട് ട്രയാങ്കിൾ പച്ച വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഈ മൊത്തം ട്രയാങ്കിൾ, ഇപ്പൊ ഞാൻ ഈ വരച്ച ട്രയാങ്കിൾ, ഈ മൊത്തം ട്രയാങ്കിളും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ഈ ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിൾ
ആ പച്ച മൊത്തം ആ നീലയുടെ ഭാഗം കൂടെ പച്ചയുണ്ട് കേട്ടോ. ഞാൻ അങ്ങ് വരച്ച ആദ്യം വരച്ച പോലെ, അതായത് ഇങ്ങനെ, അതായത് ഈ പച്ച ഭാഗം ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിൾ. അപ്പം അതിനകത്ത് സൈഡിന്റെ റേഷ്യോ, അപ്പം സൈഡ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുക്കത്തില്ലയോ? എ ഡാഷ് ബി ഡാഷ് ഡിവൈഡ് ബൈ, ഇവിടെ ഞാൻ ചെറിയ ട്രയാങ്കിൾ ബൈ വലിയ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. കാരണം എച്ച് ഐ മോളിൽ വരുന്ന രീതിയിലാണ് ഞാൻ അത് അറേഞ്ച് ചെയ്യുന്നത്. എ ഡാഷ് ബി ഡാഷ് ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് സൈഡ് എടുക്കാം. ഇതിന്റെ ചെറിയ ട്രയാങ്കിൾ എ ഡാഷ് ഒ ആണ്. അപ്പൊ നമുക്ക് എ ഡാഷ് ഒ ഡിവൈഡ് ബൈ എന്തെന്ന് എടുക്കാം? എ ഒന്ന് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുമ്പോൾ എച്ച് ഐ ആണ്, ഇത് എച്ച് ഒ ആണ്, ഇത് വി ആണ്, ഇത് യു ആണ്. ഇക്വേഷൻ 1 നോക്കി. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ? അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് തിരിച്ച് കൺസിഡർ ചെയ്യാൻ പോവാണ്. തിരിച്ച് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ട്രയാങ്കിൾ നോക്കിക്കോളൂ. അതായത് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ട്രയാങ്കിൾ നോക്കിക്കോണം. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഒ ഡി ആണ്. എഫ് ഒ ഡി ആണ് ആ ട്രയാങ്കിളും. അതേപോലെ അതിന്റെ എഡ്ജിലുള്ള ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളുമാണ് ഞാൻ എടുത്തിട്ട് എന്താണ് സിമിലർ ആണ് എടുക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ട്രയാങ്കിൾ എഫ് ഒ ഡി ആൻഡ് ട്രയാങ്കിൾ എഫ് എ ഡാഷ് ബി ഡാഷ് ആർ എന്താണ്? ആർ സിമിലർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് റേഷ്യോ ആയിരിക്കും. റേഷ്യോ ആക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ട്രയാങ്കിൾ ബൈ വലിയ ട്രയാങ്കിൾ എടുക്കാം. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ ഒ ഡി വിച്ച് വിൽ ബി ഈക്വൽ ടു, അതിന്റെ സൈഡ് നോക്കുമ്പോൾ എഫ് ഒ ഡിവൈഡഡ് ബൈ എ ഡാഷ് ഒ. എഫ് അല്ല, ചെറിയ ട്രയാങ്കിൾ ആയിരുന്നല്ലോ മുകളിൽ. ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ഡാഷ് ഒ ആണ്. എ ഡാഷ് ഒ ഡിവൈഡഡ് ബൈ എഫ് ഒ എന്ന് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? എച്ച് ഐ ആണ്. ഒ ഡി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ തന്നെ ഏതാണ്? എച്ച് ഒ ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു എ ഒ ഡാഷ്. എ ഒ ഡാഷ് എന്ന് നോക്കി. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒരു സെക്കൻഡ് ചെറിയ കുഞ്ഞുങ്ങളെ ഇവിടെ ഈ ഈസിക്കൽ ടു ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കിക്കോളെ കുഞ്ഞുങ്ങളെ, ഇവിടത്തെ കാര്യം ഒന്ന് നോക്കിക്കോണേ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ട്രയാങ്കിൾ ബൈ വലിയ ട്രയാങ്കിൾ എന്നാണ് എടുക്കുന്നത്. ചെറിയ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഡിവൈഡ് ബൈ വലിയ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് ഒരു റേഷ്യോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്തെന്ന് എടുക്കാം? എ ഡാഷ് ബി ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് എടുക്കാം. വിച്ച് വിൽ ബി ഈസിക്കൽ ടു, ചെറിയ ട്രയാങ്കിൾ അടുത്ത സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് എ ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ എന്താ? ഒ എഫ് എന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ? എ ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ ഒ എഫ്. ഓക്കെ, ഇത് എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് എഴുതാം. ഇനി നോക്കിയോ, എ ഡാഷ് എഫിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം നോക്കി. എ ഡാഷ് എഫിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എ ഡാഷ് എഫിനെ ഒ എഫിൽ നിന്ന് എ ഡാഷ് ഒ മൈനസ് ചെയ്യുക. അതായത് ഒ എഫിൽ നിന്ന് എ ഡാഷ് ഒ മൈനസ് ചെയ്താൽ പോരെ? ഒ എഫ് എന്ന് പറയുമ്പോൾ എഫ് ആണ്, അതിൽ നിന്ന് വി അങ്ങ് മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? എഫ് മൈനസ് വി ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം? എഫ് എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 2, മുകളിലത്തെ എന്താ? ഇക്വേഷൻ 1. അപ്പോൾ ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2, ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2 ചെയ്യുമ്പോൾ എന്ത് വരും? വി ബൈ യു ഈസ് ഈക്വൽ ടു എഫ് മൈനസ് വി ബൈ എഫ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വി എഫ് ഈസ് ഈക്വൽ ടു എന്താ? യു ഇൻറ്റു എഫ് മൈനസ് വി എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ വി എഫ് ഈസ് ഈക്വൽ ടു യു എഫ് മൈനസ് യു വി എന്ന് വരുന്നു. എല്ലാ ടൈമിനെയും യു വി എഫ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ വി എഫ് ഡിവൈഡഡ് ബൈ യു വി എഫ് ഈസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു വി എഫ് മൈനസ് യു വി ഡിവൈഡഡ് ബൈ യു വി എഫ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിയും വിയും പോയി, എഫും പോയി. ഇവിടെ എഫും പോയി, യുവും പോയി. ഇവിടെ യുവും പോയി, വിയും പോയി. അങ്ങനെയാണെങ്കിൽ 1/u ഉണ്ട്. ഇവിടെ ഒരു 1/v ഉണ്ട്. ഇവിടെ ഒരു 1/f ഉണ്ട്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ.
എല്ലാം നെഗറ്റീവ് ആണല്ലോ. അപ്പൊ 1/-u ഈസ് ഈക്വൽ ടു 1/-v മൈനസ് 1/-f. ഈ നെഗറ്റീവ് എഫും നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ അത് 1/-u ഈസ് ഈക്വൽ ടു 1/-v പ്ലസ് 1/f എന്ന് വരുന്നു. ഈ നെഗറ്റീവ് 1/v ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആവുന്നു. 1/v ഈ മൈനസ് നടുക്കോട്ട് ഇടുമ്പോൾ 1/u ഈസ് ഈക്വൽ ടു 1/f. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്? അതൊന്ന് എടുത്ത് എഴുതുക. 1/f is equal to 1/v minus 1/u. This is the thin lens formula for a concave lens. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എവിടാ മോനെ, എവിടാ? ട്രയാങ്കിൾ ഓക്കെ, നോക്കിക്കോ. എഴുതി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ, ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് ഇത്ര എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാമേ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.